എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ആശാ വർക്കർമാരുടെ സമരത്തിനെ പറ്റി തന്നെയാണ് ഇന്നത്തെ കാർട്ടൂൺ. അതായത് നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ട് ഒരു മാസത്തോളമായി ഈ ആശാ വർക്കർമാർ ഇങ്ങനെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നും അവരുടെ പോഷക സംഘടനകളിൽ നിന്നുമൊക്കെ എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സമരം അടിച്ചൊതുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. CITUവിൻ്റെ ഭാഗത്തായാലും പോലീസിൻ്റെ ഭാഗത്തായാലും ഒക്കെ അവർക്ക് ദ്രോഹകരമായ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് അവർ മഴ നനയാതിരിക്കാൻ കെട്ടിയിരുന്ന ടാർപോളിൻ പോലും പോലീസ് അഴിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, റോഡ് അടച്ചു കെട്ടി സ്റ്റേജ് കെട്ടി അതിനകത്ത് നാടകം കളിച്ച ടീമാണ് ഇവർ. അതിനൊന്നും പോലീസ് ഒന്നും ചെയ്തില്ല, പോലീസ് നോക്കി നിൽക്കുമായിരുന്നു. പക്ഷേ അവർക്ക് ഇഷ്ടമില്ലാത്ത സമരം നടക്കുമ്പം അതിനെല്ലാം എതിരായിട്ട് ഈ പോലീസിനെ ഉപയോഗിച്ചവർ ഉരുക്കുമുഷ്ടം ഉപയോഗിച്ച് നേരിടുകയാണ്. ഇപ്പം തന്നെ ഇവർക്ക് ബദലായിട്ട് ആശാ വർക്കർമാർക്ക് ബദലായിട്ട് ആരോഗ്യ സേന എന്നും പറഞ്ഞ് പുതിയൊരു ഇവരുടെ ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അത് ഇവർക്ക് ഈ ഉർവശിശാവ ഉപകാരം എന്ന് പറഞ്ഞ കണക്ക് ആവും ഇവർക്ക്. എന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഈ ആരോഗ്യ സേന എന്നും പറഞ്ഞ് കുറേ പേരെ ഇവരങ്ങ് റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് ഇവരുടെ ഒരു ഭരണം തീർന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരതെല്ലാം ഓർഡറാക്കി അവരെ ഗവൺമെൻറ് ജീവനക്കാരാകും. ഇവർക്ക് കിട്ടാത്ത ഈ ആശാ വർക്കർമാർക്കില്ലാത്ത ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഇവർ നടത്തുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനകത്തുനിന്ന് അവർക്കെങ്ങനെ മെച്ചം ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ചിന്തയും വിചാരമൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഇപ്പോൾ തന്നെ നമ്മുടെ CITU നേതാവ് ഇളമരം കരയും പറഞ്ഞു കേട്ടില്ലേ, ഇവർ ഈർക്കിലി പാർട്ടിയുടെ പിൻബലത്തിലാണ് സമരം ചെയ്യുന്നത്, അരാജകവാദികളാണ് സമരം ചെയ്യുന്നത്, പാട്ടകുലുക്കാരാണ് സമരം ചെയ്യുന്നത് ഒക്കെയാണ് ഈ CITU നേതാവ് പറയുന്നത്. ഇവർക്ക് എന്നാണ് ഈ പാട്ടകുലുക്കലൊക്കെ അപമാനമായിട്ട് തുടങ്ങിയത്? ഒന്ന് തുമ്മിയാലും എന്ത് ചെയ്താലും പാട്ടയും കൊണ്ടും ബക്കറ്റും കൊണ്ടും ഇറങ്ങുന്ന ടീമാണിത്. അത് പാട്ടയും കൊണ്ടും ബക്കറ്റും കൊണ്ടും വെറുതെ ഇറങ്ങുമല്ല, അതിനകത്ത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി പൈസ ഇടിപ്പിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ പോരാ ഇവരുടെ പിരിവിന്. ഇപ്പോൾ ഈ പറയുന്നത് SCCക്കാർ പാട്ടകുലുക്കൊന്നും നടക്കുന്നെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അവരൊരു ചെറിയ പാട്ടല്ലേ ഈ വിവരം എഴുതി നമ്മുടെ അടുത്ത് കുലുക്കിക്കൊണ്ട് നിൽക്കും. അവർ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ, നമ്മുടെ ഉണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി. ഇതല്ല, ഇവർ ഭീഷണിപ്പെടുത്തിയാണ് പൈസ മേടിക്കുന്നത്. വീടുകൾ തോറും വഴികളിലും ഒക്കെ ഭീഷണിപ്പെടുത്തി ആൾക്കാരുടെ പിടിച്ചു പറിച്ച് വാങ്ങുന്ന ടീമാണ് പറയുന്നത് പാട്ടകുലുക്കുന്ന ടീമാണ് സമരം നടത്തുന്നത്. അതുപോലെയാണ് നമ്മുടെ ഈർക്കിലി പാർട്ടി. ഇവരിപ്പം വലിയ മഹാപാർട്ടിയാണ്. ആന പിടിച്ചാൽ പിടിമുറ്റാത്ത ഒരു തേക്ക് തടി പാർട്ടിയാണോ CPM എന്ന് പറയുന്നത്? ശോഷിച്ച് കണ്ണി കാണാൻ മേലാത്ത അത്രയേ. എന്നിട്ടും മേനി പറയുന്നത് ഭയങ്കര ഇതായിട്ടാണ്. ഈർക്കിലി പാർട്ടിയാണ് അത്രയും സമരം ചെയ്യുന്നത്. പിന്നെ അരാജകവാദികൾ, ഒരു ഭരണം നടക്കുമ്പോഴും അരാജക സമരം കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം കൈവശം വെച്ചിരിക്കുന്നവരാണ് ഇവർ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആശാ വർക്കർമാരുടെ സമരം LDF ഒരു ഭീതിയായിട്ടുണ്ട്, ഭരണക്കാർക്ക് ഒരു ഭീതിയായിട്ടുണ്ട്. അതാണ് അവർ മറ്റു മാർഗ്ഗങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്. സർക്കാരിൻ്റെ പലവിധ മെഷേഴ്സ് ഉപയോഗിച്ച് ഇവരെ അങ്ങ് അടിച്ചുമർത്താനായിട്ട് നോക്കുക. അതായത് നേരാമണ്ണം ഇവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, അന്നേരം മറ്റ് കുൽസിത ശ്രമങ്ങളിലൂടെ ഇവരെ നേരിടാൻ നോക്കുക. അപ്പോൾ ഈ സർക്കാരിന് ഉണ്ടായ ഈ പേടിയാണ് നമ്മുടെ ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. നമുക്ക് വെള്ളരിക്ക പട്ടണത്തിലെ രാജാവാണ് ഇതിനകത്ത് നായകൻ. നമുക്ക് ഈ കാർട്ടൂണിലോട്ട് കടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ വാരിക്കോരി തന്ന് ഈ ഉദ്യമം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. വെള്ളരിക്ക പട്ടണത്തിലെ നാട്ടരാജൻ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുകയാണ്. ഭയങ്കര ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടക്കുന്നു എന്ന് അവകാശപ്പെട്ട നമ്മുടെ നാട്ടരാജനാണ് ഈ ഈർക്കിലി കണ്ടുകൊണ്ട് പേടിക്കുന്നത്. ഈർക്കിലി പാർട്ടിയാണ് സമരം നടത്തുന്നതാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ ആശാ വർക്കർമാരുടെ ഈ ഈർക്കിലി ആകുന്ന ആയുധം കണ്ട് ഇദ്ദേഹം വിരളി പൂണ്ട് നിൽക്കുകയാണ്, വിറയ്ക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ ഇഞ്ചിങ്ങിലോട്ട് കിടക്കാം.